മിസ് കുക്കിംഗ് ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൊരു പലഹാരമാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമ്മൾ പഴം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി ചെറിയ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അരഞ്ഞു പോകണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ആദ്യം ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൽ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. നമ്മൾ പഞ്ചസാരയും മുട്ടയും ഒക്കെ നല്ല വെയിറ്റ് ചെയ്തു. ഇതിലേക്ക് പഴം നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്ത പഴം ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ലൊന്ന് മിക്സ് ആക്കുക. മുട്ടയും പഴവും പഞ്ചസാരയും നല്ല യോജിപ്പിച്ചു. ഇനി അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കുക. നമ്മൾ ബാക്കി മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 2 സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർക്കണം. ഇനി മിക്സ് ആക്കുക. ഇതിൽ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് പൊടി. ഇതിലേക്ക് ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ഇവിടെ ചേർക്കണില്ല. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കാം. നമുക്കിത് നല്ല കൈ കൊണ്ട് നല്ല മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ കൈ കൊണ്ടൊക്കെ നല്ല മിക്സാക്കി, കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് കൈമ വെള്ളമാക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് തയ്യാറാക്കാൻ പോവാം. പലഹാരം തയ്യാറാക്കാം. ചട്ടി വെച്ചു, നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചെടുത്ത് ചൂടായി വന്നു. ചൂടായിട്ട് പിന്നെ നമ്മൾ തീ കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ല വലുതാവണ്ട. നല്ല ടേസ്റ്റാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം 4 മണി ചായക്കൊക്കെ. നമ്മളെ ആദ്യത്തെ ട്രിപ്പ് റെഡിയായി. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കാം. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്, എല്ലാതും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടും, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുന്നുണ്ടും, അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുന്നുണ്ടും. എന്നാലും ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. രണ്ടാമത്തെ ട്രിപ്പും റെഡി. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കിയെടുത്താൽ മതി. നമ്മളെ പഴം കൊണ്ടുള്ള പലഹാരം റെഡി. ഇത് ചായക്കൊക്കെ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടും. ഞാൻ എപ്പോഴും പറയണ പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത രൂപവുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.